കാസർഗോഡ് തൃക്കരിപ്പൂരിലെ സിന്തറ്റിക് ടർഫ് നശിക്കുന്നു. കായിക മുന്നേറ്റത്തിന് പ്രചോദനമാകുന്ന മൈതാനം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2016 2,77,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച ടർഫിൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ 3 തവണ മാത്രമാണ് കൃത്രിമ നാരുകൾ ചീകിയൊരുക്കി അറ്റകുറ്റപ്പണി നടത്തിയത്. കൃത്യമായ ഇടവേളയിൽ അറ്റകുറ്റപ്പണി നടത്താത്തതുകൊണ്ട് ജില്ലയിലെ ആദ്യത്തെ കൃത്രിമ പുൽമൈതാനത്തിന്റെ ഭംഗി കൂടിയാണ് ഇല്ലാതാകുന്നത്. കൃത്രിമ നാരുകൾ പലയിടത്തും ഇളകിയിട്ടുണ്ട്. ടർഫിന്റെ സംരക്ഷണ വേലികൾ പൂർണ്ണമായും ചിലയിടത്ത് ഭാഗികമായും തകർന്ന നിലയിലാണ്. ഓരോ സീസണിലും കൃത്രിമ നാരുകൾ ചീകിയൊരുക്കുക, ഇതിനിടയിൽ റബ്ബർ ബോട്ടുകൾ നിറയ്ക്കുകയും ഇടയ്ക്കിടെ വെള്ളം നനയ്ക്കുകയും വേണമെന്ന് കായിക വിദഗ്ധർ പറയുന്നു. ഇത്തരത്തിലൊരു സംരക്ഷണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും മൈതാനത്ത് നടക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായപ്പോൾ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മൈതാനത്ത് അറ്റകുറ്റപ്പണി നടത്തിയത്. നിലവിൽ മൈതാനത്ത് അങ്ങിങ്ങായി കിടക്കുന്ന കസേരകളും മൈതാനത്തിന് പുറത്തു കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് നടക്കാവ് സിന്തറ്റിക് ടർഫിൽ കാണാൻ കഴിയുന്നത്. ആധുനിക സൗകര്യത്തിൽ തൃക്കരിപ്പൂരിൽ മികച്ച ഫുട്ബോൾ മൈതാനം ഒരുക്കിയിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. തൃക്കരിപ്പൂരിന്റെ കായിക മുന്നേറ്റത്തിന് വലിയ പ്രചോദനമേകുമെന്ന് ഏവരും കരുതിയ ഈ മൈതാനത്തെ സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് കായിക താരങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.